ഞാൻ ഇത്രയും കൊല്ലം വർക്ക് ചെയ്തിട്ട് എനിക്ക് സ്വന്തമായിട്ടൊരു വീടില്ല. ഇമാജിൻ. പക്ഷെ അതിലെനിക്ക് റിഗ്രറ്റ് ഇല്ല. എന്താണെന്ന് വെച്ചാൽ എൻ്റെ സേവിങ് ഞാൻ കുട്ടികൾക്ക് വേണ്ടിയിട്ട് ചിലവ് ചെയ്തു. അത് കാരണമാണ് ഈ കുട്ടികൾ എന്നെ പൊന്നുപോലെ നോക്കുന്നത്. പൈസ മേടിക്കൽ മാത്രമല്ലല്ലോ, പിന്നെ സ്വന്തപ്പെട്ട ആളുകളെ കുത്തിക്കയറ്റലും ഒക്കെ കറപ്ഷനിൽ തന്നെ പെടുന്നതാണ്. ഈ ഒരു അങ്കിൾ വർക്ക് ചെയ്ത ഡിപ്പാർട്ട്മെൻറ്റ് വളരെയധികം കറപ്ഷൻ ചെയ്യാൻ മനുഷ്യനെ പ്രലോഭിപ്പിക്കുന്ന അല്ലെങ്കിൽ പ്രേരിപ്പിക്കുന്ന ഒരു ഡിപ്പാർട്ട്മെൻറ്റാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. എൻ്റെ വേറെ 2 ഫ്രണ്ട്സും കൂടിയുണ്ട്, എൻജിനീയേഴ്സ് തന്നെ. അപ്പോൾ ഞങ്ങൾ അതൊക്കെ കഴിഞ്ഞ് പോകുന്ന സമയത്ത് ഇങ്ങനെ കോളേജിൽ നിന്ന് വേറൊരു കോളേജിൽ നിന്ന് ഒരു കുട്ടി ഇങ്ങനെ പോണു. അപ്പോൾ തോന്നി, ഓ ഇത് നല്ല കുട്ടിയാണല്ലോ എന്ന് ഞങ്ങൾക്ക് തോന്നി. അത്രേ ഉള്ളൂ. അതവിടെ തീർന്നു? അല്ല, അവിടെ തീർന്നില്ല. നമസ്കാരം, ഞാൻ സിന്ധു പുന്നൂസ്. നമ്മുടെ മലയാളം FM-ൻ്റെ അറിഞ്ഞതും അറിയാത്തതുമെന്ന അഭിമുഖ പരമ്പരയുടെ പുതിയൊരു അധ്യായത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മളോടൊപ്പം ഈ ഷോയിൽ അതിഥിയായി എത്തിയിരിക്കുന്നത് 1955 ട്രിവാൻഡ്രം എഞ്ചിനീയറിംഗ് കോളേജിൽ നിന്നും സിവിൽ എഞ്ചിനീയറിംഗിൽ ബിരുദം നേടിയതിനു ശേഷം CPWD സെൻട്രൽ പബ്ലിക് വർക്ക്സ് ഡിവിഷനിൽ ഇന്ത്യയുടെ വിവിധ സ്റ്റേറ്റുകളിൽ ജോലി ചെയ്ത് റിട്ടയർമെൻറ്റിന് ശേഷം ഇപ്പം ഓക്ലൻഡിൽ മക്കളോടൊപ്പം വിശ്രമ ജീവിതം നയിക്കുന്ന ശ്രീ ഭാസ്കർ പാലിയത്താണ്. ഇദ്ദേഹത്തിൻ്റെ ജോലിയിലിരുന്നപ്പോഴുള്ള അനുഭവങ്ങൾ, കഥകൾ, പാഠങ്ങൾ ഇവയൊക്കെ ഇന്ന് നമ്മളോടൊപ്പം പങ്കുവയ്ക്കുന്നു. നമുക്ക് സ്വാഗതം ചെയ്യാം. സ്വാഗതം ഭാസ്കർ അങ്കിൾ ഈ ഷോയിലേക്ക്. വളരെ സന്തോഷം എന്നെ ഇവിടെ വിളിച്ചതിനും എന്നോട് സംസാരിക്കാനായിട്ട് ഒരവസരം തന്നതിനും. നമ്മൾ ഭാസ്കർ അങ്കിളിനെ കുറിച്ച് അറിഞ്ഞപ്പോൾ അറിയാൻ സാധിച്ചത് സൂപ്രണ്ടിങ് എഞ്ചിനീയറായിട്ട് റിട്ടയറായി. CPWD-യിലായിരുന്നു വർക്ക് ചെയ്തിരുന്നത്. നാഷണൽ ഹൈവേ ആണ് ഒരു എക്സ്പെർട്ടീസ് എന്ന് തന്നെ നമുക്ക് പറയാം. അതുപോലെ തന്നെ അതിനുശേഷം നാറ്റ്പാക്കിൽ പ്ലാനിങ്ങിലും എക്സിക്യൂഷനിലും എല്ലാം വ്യക്തിമുദ്ര പതിപ്പിച്ച ആളാണ് അങ്കിൾ. എന്താണ് ഈ ഒരു ജേണിയെക്കുറിച്ച് അങ്കിളിന് ഞങ്ങളോട് പറയാനുള്ളത്? ആദ്യമായിട്ട് ഞാൻ ഒന്ന് കറക്റ്റ് ചെയ്യാം. CPWD-യിൽ ഡൽഹിയിൽ ആണ് ആദ്യം ജോയിൻ ചെയ്തത്. അവിടെ 1 കൊല്ലം ഉണ്ടായിരുന്നുള്ളൂ. അതിനുശേഷം 1 കൊല്ലമല്ല 3 കൊല്ലം 3 കൊല്ലം ഉണ്ടായിരുന്നുള്ളൂ. അതിനുശേഷം UPSC സെലക്ഷൻ കിട്ടി. മിനിസ്ട്രി ഓഫ് ട്രാൻസ്പോർട്ടിലേക്ക് പോയി. അവിടുന്ന് ബോർഡർ റോഡ്സിലാണ് പിന്നെ വർക്ക് ചെയ്തത്. ബോർഡർ റോഡ്സിൽ ഹിന്ദുസ്ഥാൻ ടിബറ്റ് റോഡ് ഇൻ ഹിമാചൽ പ്രദേശ് അവിടെയാണ് തുടങ്ങിയത്. എല്ലാ സ്റ്റേറ്റിലും നാഷണൽ ഹൈവേ വർക്കിനെ കുറിച്ചിട്ടുള്ള പ്രിലിമിനറി ആയിട്ടുള്ള പഠിത്തങ്ങളും വർക്ക് കൺസ്ട്രക്ഷൻ മോണിറ്ററിങ്ങും അവസാനം ഫൈനൽ പ്രോഗ്രസ്സും അങ്ങനെയായിരുന്നു. കേരളത്തിൽ ഏത് ഹൈവേയിലായിരുന്നു അങ്കിൾ ഇൻവോൾവ് ആയിട്ടുണ്ടായിരുന്നത്? ഏത് വർഷക്കാലമായിരുന്നു? ഞാൻ കേരളത്തിലുണ്ടായിരുന്നത് 2 പ്രാവശ്യം ഉണ്ടായിരുന്നു. ഒന്ന് ബാംഗ്ലൂരിൽ ഇരിക്കുമ്പോൾ റീജിയണൽ ഓഫീസായിരുന്നു. അവിടുന്ന് കേരളത്തിലേക്ക് വരും. ടൂറായിട്ടും കൺസ്ട്രക്ഷൻ സൂപ്പർവിഷനായിട്ടും ഈ സ്റ്റേറ്റ് ഗവൺമെൻറ്റാണ് വർക്ക് ചെയ്യുക. പക്ഷേ വി വിൽ ബി ഡൂയിങ് എ മോണിറ്ററിങ് ആൻഡ് ഇത് സൂപ്പർവിഷനുണ്ട്. ഇപ്പോൾ പത്രങ്ങളിൽ നമ്മൾ ഒത്തിരി കാണുന്നുണ്ട്, നമ്മുടെ കേരളത്തെ അപേക്ഷിച്ച് നോക്കുമ്പോൾ റോഡ് അപകടങ്ങൾ വളരെയധികം കൂടിയിട്ടുണ്ട് മുൻകാലങ്ങളെ അപേക്ഷിച്ച് നോക്കുമ്പോൾ. അങ്കിളുടെ ഒരു അനുഭവത്തിൽ എന്തായിരിക്കും ഇതിനൊരു കാരണമെന്ന് തോന്നുന്നു? ഇത് 3 കാരണങ്ങളാണ് ഈ അപകടങ്ങളുണ്ടാക്കുന്നത്. മെയിൻ കാരണക്കാരൻ ഡ്രൈവറാണ്. അത് കഴിഞ്ഞാൽ പിന്നെ റോഡാണ്. പിന്നെ അത് കഴിഞ്ഞാൽ പിന്നെ പെഡസ്ട്രിയൻസാണ്. അപ്പോൾ ഈ
ഡ്രൈവർ എന്ന് പറയുമ്പോൾ ഹീ ഷുഡ് ബി വെൽ ട്രെയിൻഡ്. വെറുതെ ഒരു ലൈസൻസ് കൊടുക്കുകയില്ല. ഇപ്പോൾ പലർക്കും ലൈസൻസ് തോന്നിയ മാതിരിയാണ് കിട്ടുന്നത്. കാശ് കൊടുത്താൽ ലൈസൻസ് കിട്ടുക എന്നുള്ള ഒരു ഇടപാടും കൂടിയുണ്ട്. അങ്ങനെയൊക്കെ വരുന്ന ആളുകൾക്ക് ദ എക്സ്പീരിയൻസ് ഈസ് വെരി ലെസ്. ഇനാഡിക്വേറ്റ് ട്രെയിനിങ് ആൻഡ് എക്സ്പീരിയൻസ് അത് ഒരു ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ എൻ്റെ ഒരു സജഷൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ നേരത്തെ പറഞ്ഞ മാതിരി ഒരു ഇൻറ്റൻസീവ് ട്രെയിനിങ്, ഐ മീൻ കോഴ്സ് ഈ ഡ്രൈവേഴ്സിനെ ട്രെയിനിങ്ങിന് വേണ്ടിയിട്ട് ചെയ്യണം എന്നുള്ള ഒരു അഭിപ്രായക്കാരനാണ് ഞാൻ. പണ്ട് മുതലേ അത് പറയാറുള്ളതാണ്. പിന്നെ ഡ്രഗ് യൂസ് ഇപ്പോൾ വളരെ ഒരു കോമൺ ആസ്പെക്റ്റായി തുടങ്ങിയിട്ടുണ്ട്. അത് ദാറ്റ് വിൽ ഇൻഡ്യൂസ് എ ലോട്ട് ഓഫ് പ്രോബ്ലംസ്. പിന്നെ റോഡ് സർഫസ്, പിന്നെ റോഡ് ഞാൻ പറഞ്ഞില്ലേ, വാട്ടർ ഈസ് ദ വേഴ്സ്റ്റ് എനിമി ഓഫ് റോഡ്. അത് താഴത്ത് ഫൗണ്ടേഷൻ മുതൽ, ഫൗണ്ടേഷൻ്റെ മുകളിൽ ബേസിൻ്റെ മുകളിൽ സർഫസ്. അപ്പോൾ എന്താ പറ്റുകയെന്ന് വെച്ച് കഴിഞ്ഞാൽ, when the water penetrates from sides, it goes into the road and that will pump up. അങ്ങനെയാണ് പോട്ട് ഹോൾ ആദ്യം ഉണ്ടാവുന്നത്. അപ്പോൾ അതിനെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അതിനൊരു ഫിൽറ്റർ മീഡിയ ചിലപ്പോൾ വയ്ക്കും. ആ ഫിൽറ്റർ മീഡിയ ഈ ലെയറിൻ്റെ അടിയിൽ മണൽ വിരിക്കുകയാണ് വേണ്ടി വന്ന. ആ മണൽ വിരിച്ചു കഴിഞ്ഞാൽ രണ്ട് സൈഡിലേക്കും വെള്ളം ഇൻഫിൽട്രേറ്റ് ചെയ്ത് പോകും, മുകളിൽ വീഴുന്നത്. പിന്നെ വേറൊന്ന് ഡ്രെയിൻസ്. നെവർ ദ ഡ്രെയിൻസ് ആർ മെയ്ഡ് ക്ലീൻ ഇൻ കേരള. അതിൽ വിശ്വസിക്കുന്നില്ല എന്ന് തോന്നുന്നു. അങ്ങനെ വരുമ്പോൾ ഈ വെള്ളം കെട്ടി നിന്ന് പാച്ചസായി, ഇത് ഓവർഫ്ലോ ആയി. അതെ, അങ്കിൾ പറഞ്ഞ 3 കാരണങ്ങൾ: ഒന്ന്, ഡ്രൈവേഴ്സിന് കൊടുക്കേണ്ട ട്രെയിനിങ്ങിന് ഇൻറ്റൻസീവ് ആക്കണമെന്നും; 2, റോഡ്സിൻ്റെ കൺസ്ട്രക്ഷൻ്റെ രീതികൾ ഏറ്റവും അതിൻ്റെ വാല്യൂസ് നോക്കി തന്നെ ചെയ്യേണ്ടതാണ്; 3ാമത് പറഞ്ഞത് പെഡസ്ട്രിയൻസിൻ്റെ കാര്യമാണ്. അവർക്കുള്ള ഫുട്പാത്തിൽ കൂടെ അവർക്ക് നടക്കാൻ യോഗ്യമായ രീതിയിലുള്ള ഫുട്പാത്തുകൾ സജ്ജീകരിക്കുക എന്നുള്ള ഈ 3 കാര്യങ്ങളാണ് അങ്കിളിൻ്റെ ഒരു സജഷനായിട്ട് പറഞ്ഞത്. വളരെ നല്ല പോയിന്റുകളാണ് അങ്കിൾ പറഞ്ഞത്. പല സംസ്ഥാനങ്ങളിൽ പ്രവർത്തിച്ചിട്ടുള്ള റീജിയണൽ എഞ്ചിനീയറായിട്ടും സൂപ്പറിൻറ്റൻഡിങ് എഞ്ചിനീയറായിട്ട് റിട്ടയർ ആകുമ്പോഴും പല സംസ്ഥാനങ്ങളിൽ പ്രവർത്തിച്ചിട്ടുള്ള താങ്കൾക്ക് ഏത് സ്റ്റേറ്റിൽ വർക്ക് ചെയ്തപ്പോഴാണ് കാര്യക്ഷമത കൂടുതലായി പ്രവർത്തിക്കുന്ന ഗവൺമെൻറ് ഡിപ്പാർട്ട്മെൻറ്റാണെന്ന് തോന്നിയിട്ടുള്ളത്? ഏറ്റവും കൂടുതൽ ഞാൻ വർക്ക് ചെയ്യുന്ന സമയത്ത് തോന്നിയിട്ടുള്ളത് ഒറീസയിലാണ്. ഏറ്റവും നന്നായിട്ട് അവിടുത്തെ എൻജിനീയേഴ്സ് സഹകരിച്ചിരുന്നു. എൻജിനീയേഴ്സ് അവരുടെ ജോലി അറിയാമായിരുന്നു. ആൻഡ് മോസ്റ്റ് ഓഫ് ദ പീപ്പിൾ അപ് ടു ദ എക്സിക്യൂട്ടീവ് എൻജിനീയേഴ്സ് ലെവൽ ദേ വർ പോസ്റ്റ് ഗ്രാജുവേറ്റ്സ്. അതും കൂടി ഉണ്ടായിരുന്നു. സോ ഐ യൂസ് ടു ടാസ്ക് സം ഓഫ് ദം, why do you want to you have got better avenues in other departments? He said, sir, I can do the work, learn the work, and more about the highways if I work in national highway. This used to be the answer. അവരുടെ ആറ്റിറ്റ്യൂഡ് അതായിരുന്നു. ആ ചെറുപ്പക്കാർ പിള്ളേർ എത്ര നന്നായിട്ട് ജോലി ചെയ്തിരുന്നു എന്നറിയോ. ഞാൻ എപ്പോൾ എന്തെങ്കിലും ആവശ്യത്തിന് വിളിച്ചു കഴിഞ്ഞാലോ അല്ലെങ്കിൽ ഇന്ന് വർക്ക് ചെയ്യണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ അരമണിക്കൂർ മുമ്പേ അവിടെ എത്തിയിരിക്കും. അതാണ്. അത് ശരി. കറപ്ഷൻ വളരെ കുറവാണ്. കറപ്ഷൻ എന്ന് പറഞ്ഞാൽ പല വിധത്തിലാണല്ലോ. പൈസ മേടിക്കൽ മാത്രമല്ലല്ലോ, പിന്നെ സ്വന്തപ്പെട്ട ആളുകളെ കുത്തിക്കയറ്റലും ഒക്കെ കറപ്ഷനിൽ തന്നെ പെടുന്നതാണ്. ഈ ഒരു അങ്കിൾ വർക്ക് ചെയ്ത ഡിപ്പാർട്ട്മെൻറ്റ് വളരെയധികം കറപ്ഷൻ ചെയ്യാൻ മനുഷ്യനെ പ്രലോഭിപ്പിക്കുന്ന അല്ലെങ്കിൽ പ്രേരിപ്പിക്കുന്ന ഒരു ഡിപ്പാർട്ട്മെൻറ്റാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. താങ്കളുടെ ഈ ഔദ്യോഗിക ജീവിതത്തിൽ ഇങ്ങനെ ഉണ്ടായ ചലഞ്ചസ് ഉണ്ടായിട്ടുണ്ടോ? ഉണ്ടായിട്ടുണ്ടെങ്കിൽ എങ്ങനെയാണ് അതിനെ അഭിമുഖീകരിച്ചത്? ഒരു വിധത്തിൽ പറഞ്ഞാൽ, ഒരു ദിക്കിൽ ഞാൻ ഈ ഫ്ലഡ് അഫക്റ്റഡ് ഏരിയാസ് വിസിറ്റ് ചെയ്യാൻ പോയി വൈകുന്നേരമായപ്പോൾ ഇത് ഡിന്നറിനുള്ള സമയമായി. എവിടെയാണ്? അത് ഞാൻ
ഇപ്പോൾ പറയില്ല. പോയി. അപ്പോൾ അത് കഴിഞ്ഞ് സാധാരണഗതിയിൽ ഒരു ഗ്ലാസ് ഓഫ് ബിയർ എടുക്കും. വൈകുന്നേരം ആകുമ്പോൾ അത് കഴിക്കുക എല്ലാവരും കൂടിയിട്ട്. അത് കഴിഞ്ഞിട്ടാണ് ഡിന്നർ. ചിലർ ധാരാളം വിസ്കീൻ ബ്രാൻഡീൻ ഒക്കെ മൂക്കറ്റം കഴിച്ചു എന്ന് വരും. അത് നമുക്ക് ബാധകമല്ല. അപ്പോൾ അവർ എങ്ങനെ ഇരുന്നപ്പോൾ പറഞ്ഞു, സാറിന് കാറില്ലല്ലോ. ശരിയാണ്, എനിക്ക് കാറിൻ്റെ ആവശ്യം വരുന്നില്ല, നിങ്ങൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് എനിക്ക് എൻ്റെ ട്രാൻസ്പോർട്ടിന് വേണ്ടിയിട്ട്. അവിടെ എനിക്ക് ഉള്ളത് ഈ ഹൈവേ ചെക്കപ്പ് ചെയ്യണം. ഒരു കാര്യം ചെയ്യാം, ഞങ്ങൾ ഒന്ന് തീരുമാനിച്ചേക്കാണ്, ഒരു കാറ് സാറിന് വാങ്ങിച്ചു തരണം. അപ്പോൾ ഞാൻ അതേ സമയത്ത് കാറ് വാങ്ങിക്കുന്നതിന് അഡ്വാൻസിന് വേണ്ടി എഴുതിയിട്ടുണ്ട് മിനിസ്ട്രിയിലേക്ക്. അപ്പോൾ പറഞ്ഞു, ഞാൻ പറഞ്ഞു, എനിക്കിപ്പോൾ കാറിൻ്റെ ആവശ്യമില്ല, അങ്ങനെ വരുമ്പോൾ ഞാൻ പറയാം. അങ്ങനെ ഒഴിഞ്ഞു കഴിഞ്ഞ് 15 ദിവസത്തിനകത്ത് ഞാൻ കാറ് അഹമ്മദാബാദിൽ പോയി ഞാനൊരു കാറ് എടുത്തു. ആ ബ്രദറിലും ഉണ്ടായിരുന്നു അവിടെ. അപ്പോഴേക്ക് ഈ കാശ് കിട്ടി. ഈ മിനിസ്ട്രിയിൽ നിന്ന് പെട്ടെന്ന് തോന്നുവർ എൻ്റെ. അപ്പോൾ അത് കഴിഞ്ഞിട്ട് പിന്നെ ഉണ്ടായതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു പ്രാവശ്യം ആരോ എന്നെ കുറിച്ചിട്ട് മിനിസ്ട്രിയിലേക്ക് ഒരു അപവാദം അയച്ചു. അത് കേരളത്തിൽ നിന്നാണ്. അപ്പോൾ സെക്രട്ടറി എന്നൊരു പണിക്കരായിരുന്നു, IAS. അപ്പോൾ അങ്ങനെ ഞാൻ റെഗുലറായിട്ട് കാണുന്നതും വർത്തമാനം പറയുന്നതാണ്. ചീഫ് എഞ്ചിനീയർ അലക്സാണ്ടർ ആയിരുന്നു. PC അലക്സാണ്ടറോ KJ അലക്സാണ്ടറോ അങ്ങനെ എന്തോ. അങ്ങനെ നോളജബിൾ പേഴ്സൺ, കൺസൾട്ടൻ്റാണ്. അങ്ങനെ ഞാൻ ഒരുവിധം എല്ലാ ദിവസവും കാലത്ത് പോയി, ഞങ്ങളുടെ മുറി അടുത്തടുത്താണ്. അപ്പോൾ പറഞ്ഞു ഇങ്ങനെ, അല്ല ഞാൻ എന്തോ കാര്യത്തിന് വേണ്ടി ചെന്നു. അപ്പോൾ പറഞ്ഞു, ഭാസ്കരൻ, നിങ്ങളെ പറ്റിയിട്ട് ഒരു കംപ്ലൈൻറ്റ് കിട്ടിയിട്ടുണ്ടല്ലോ, മിനിസ്ട്രിയിൽ നിന്ന് വന്നിരിക്കുന്നു എന്ന് പറഞ്ഞു. എന്ത് കംപ്ലൈൻറ്റ്? ആ കംപ്ലൈൻറ്റ് പിന്നെ നമുക്ക് അറിഞ്ഞുകൂടെ, PWDയിലെ കംപ്ലൈൻറ്റ്. അപ്പോൾ എന്താ സാറിന് ഇഷ്ടംപോലെ എന്താ വേണ്ടതെന്ന് വെച്ചാൽ ചെയ്യൂ, ഐ ഡോണ്ട് ഹാവ് എനിത്തിങ് ടു സേ എന്ന് പറഞ്ഞു. അത് കഴിഞ്ഞിട്ട് പിന്നെ ഈ ഇങ്ങനെ സെക്രട്ടറി എനിക്കറിയാം. സെക്രട്ടറി വിളിച്ചിട്ട് പറഞ്ഞു, ഓഫ് ആൾ ദ പീപ്പിൾ ദേ ഹാവ് കംപ്ലൈൻറ്റ് അഗൻസ്റ്റ് യു. അത് കഴിഞ്ഞ് മിനിസ്ട്രിയിൽ നിന്ന് അഡീഷണൽ ഡയറക്ടർ ജനറൽ ഇതിന് വന്നു. അപ്പോൾ ഇങ്ങനെ പറഞ്ഞു, എന്നോട് സ്വകാര്യമായിട്ട് പറയാണ്, ഭാസ്കര ഇവരെ ശ്രദ്ധിക്കണം കേട്ടോ. Of all the way, we know you very well, and against you they have made a complaint എന്ന് പറയുന്നു. അപ്പോൾ ഇങ്ങനെ കംപ്ലൈൻറ്റ്സ് വന്നാലും എത്ര എതിർപ്പുകളുണ്ടെങ്കിലും ഒരു കുഴപ്പമില്ല. അപ്പം നമ്മളെ ഒരു കൂട്ടത്തിൽ കൂടാത്ത ഒരാളെന്ന് മുദ്ര കുത്തപ്പെടില്ലേ? ഞാൻ കൂടും, അവർ മുദ്ര കുത്തിക്കോട്ടെ. എനിക്ക് കുറ്റബോധം ഉണ്ടെങ്കിലല്ലേ ഈ പ്രശ്നമുള്ളൂ. മനസ്സിലായോ? ഞാൻ വിശ്വസിക്കുന്നത് സത്യം, സ്നേഹം, സമാധാനം, ഇത് മൂന്നും ഉണ്ടെന്നുണ്ടെങ്കിൽ സന്തോഷമുണ്ടാവും. ആ ചോദ്യത്തിലേക്കാണ് ഞാൻ കടന്നു വരുന്നത്. ഔദ്യോഗിക ജീവിതം തുടങ്ങി എത്ര വർഷക്കാലം ജോലിയിലിരുന്നു? 32 കൊല്ലം. 32 കൊല്ലത്തെ അനുഭവങ്ങളിൽ നിന്നും എന്താണ് പ്രേക്ഷകർക്ക് കൊടുക്കാനുള്ള ഒരു അഡ്വൈസ്? സത്യസന്ധതയോടുകൂടി ജീവിക്കുക എന്നുള്ളത്, അത് ആ ആൾക്ക് അപകടം വരില്ല എന്നുള്ളൊരു വിശ്വാസമാണ് എനിക്ക്. സത്യം ബ്രൂയാൽ പ്രിയം ബ്രൂയാൽ നാ ബ്രൂയാൽ സത്യമപ്രിയം. സത്യം പറയൂ, പ്രിയമായിട്ടുള്ളത് പറയൂ, പക്ഷെ അപ്രിയമായിട്ടുള്ള സത്യം പറയാൻ എന്ന് മടിക്കുക.
അത്ര എല്ലാവരെയും സമത്വത്തോടു കൂടി ചിന്തിക്കുക. ഒരാളുടെ ഇൻഫീരിയർ അല്ല. ഓരോ സന്ദർഭത്തിൽ അവർക്ക് പറ്റുന്ന ഒരു ബുദ്ധിമുട്ടുകൾ മാത്രമേ ഉള്ളൂ. അത് നമ്മൾ ഒരിക്കലും അവരുടെ തെറ്റായിട്ട് കണക്കാക്കരുത്. ഇഫ് ഹി ഈസ് ബോൺ ടു ആൻ അൺഇൻ്റലിജൻറ്റ് മാൻ സപ്പോസ് ടു ബി, ഇറ്റ് ഈസ് നോട്ട് ഹിസ് ഫോൾട്ട്. അവിടെ ജീനിന് കുഴപ്പമുണ്ട് അല്ലെങ്കിൽ മറ്റേത് കുഴപ്പമുണ്ടെന്നൊക്കെ പറഞ്ഞിട്ട് കാര്യമില്ല. പക്ഷേ സിറ്റുവേഷൻ അതായിരുന്നു, അങ്ങനെ ചെയ്തു. അതുപോലെ തന്നെ ഭക്ഷണം. ഇപ്പോൾ ഒരുവിധം കഴിഞ്ഞു കൂടുന്ന ആളുകൾക്കും വിദ്യാഭ്യാസമുള്ള ആളുകൾക്കും ആ കുട്ടി ജനിക്കുന്നതിന് മുമ്പ് ആ അമ്മയ്ക്ക് ആവശ്യത്തിനുള്ള ഭക്ഷണം പോഷകാംശത്തോടു കൂടിയിട്ടുള്ളത് കൊടുത്ത് ഉണ്ട്. ഇത് പക്ഷേ എല്ലാവർക്കും അത് കിട്ടില്ല. അപ്പോൾ അവരുടെ കുട്ടികൾക്ക് അതനുസരിച്ചിട്ടുള്ള ഇതേ കിട്ടുള്ളൂ. So they will not be able to equal or stand up to the same level with others. അങ്ങനെയാണ് നമുക്ക് ഈ സംഭവിക്കുന്നത് എന്നാണ് എൻ്റെ സ്റ്റഡി. ഐ മേ ടെൽ യു വൺ തിങ്. ഞാൻ ഇത്രയും കൊല്ലം വർക്ക് ചെയ്തിട്ട് എനിക്ക് സ്വന്തമായിട്ടൊരു വീടില്ല. ഇമാജിൻ. പക്ഷെ അതിലെനിക്ക് റിഗ്രറ്റ് ഇല്ല. എന്താണെന്ന് വെച്ചാൽ എൻ്റെ സേവിങ് ഞാൻ കുട്ടികൾക്ക് വേണ്ടിയിട്ട് ചിലവ് ചെയ്തു. അത് കാരണം കൊണ്ടാണ് ഈ കുട്ടികൾ എന്നെ പൊന്നുപോലെ നോക്കുന്നത്. എത്ര മക്കളാണ്? 2 പേര്, 2 ബോയ്സ്. അവർ ഒരാൾ ആർക്കിടെക്റ്റാണ്, രണ്ടാമത്തെ ആൾ മെക്കാനിക്കൽ എൻജിനീയർ, സർവീസ് ആൻഡ് മാർക്കറ്റിംഗ്. അപ്പം 2 പേരും അങ്കിളിൻ്റെ പാതയിൽ തന്നെ എഞ്ചിനീയറിംഗ് ഫീൽഡ് തന്നെയാണ് തിരഞ്ഞെടുത്തത്. അതെ, എൻ്റെ ഫീൽഡിൽ തന്നെ. സിവിലല്ല? കറക്റ്റ്. അങ്കിള് പഠിച്ച് പാസ്സായി, ജോലിക്ക് പ്രവേശിച്ചു. ഒരു എലിജിബിൾ ബാച്ചിലർ എന്ന് പറയാം ആ സമയത്ത്. എങ്ങനെയായിരുന്നു വിവാഹവും കുടുംബജീവിതവും ഒക്കെ? വിവാഹത്തിനെ പറ്റി പറയുമ്പോൾ യു വിൽ ബി സർപ്രൈസ്ഡ്. ഞങ്ങളുടെ തമ്മിലുള്ളൊരു കല്യാണമാണ്, മ്യൂച്വൽ. അതായത് എൻ്റെ വൈഫിൻ്റെ ബ്രദർ എൻ്റെ സിസ്റ്ററെ കല്യാണം കഴിച്ചു. മനസ്സിലായോ? ഈ എൻ്റെ വൈഫിൻ്റെ ബ്രദർ ഈ റിട്ടയേർഡ് ഫ്രം ദ നേവി, കമാൻഡർ MS മേനോൻ എന്നാണ് എൻ്റെ പേര്. കൊച്ചിയിൽ ഷിപ്പ് യാർഡിൽ ജനറൽ മാനേജറായിരുന്നു കുറേ നാൾ. അപ്പോൾ പുള്ളിക്കാരൻ ഈസ് നോ മോർ സിൻസ് ലോങ്. ഞങ്ങൾ 2 പേരും കോളേജിൽ പഠിക്കുന്ന കാലത്ത് ഫ്രണ്ട്സാണ്. ക്വൈറ്റ് ഇൻറ്റിമേറ്റ് ഫ്രണ്ട്സ് ആയിരുന്നു. അപ്പോൾ ഈ പ്രപ്പോസൽ ഇങ്ങനെ വന്നപ്പോൾ ഹീ എഗ്രീഡ്, ഐ ഓൾസോ എഗ്രീഡ്. വി ഡിഡ് നോട്ട് സീ ദ ഗേൾസ് ഈച്ച് അതർ. ഓ, അപ്പോൾ ഈ ഫ്രണ്ടിൻ്റെ സിസ്റ്ററെ കണ്ടിട്ടില്ല? പക്ഷെ ഐ എഗ്രീഡ് ബിക്കോസ് ഐ ന്യൂ ഹിം വെരി വെൽ. എന്നെ പറ്റിക്കില്ല എന്നുള്ള, ഇങ്ങനെ പറ്റിക്കാതിരിക്കുക എന്നുള്ളതൊക്കെ എപ്പോൾ വേണമെങ്കിലും എന്ത് വേണമെങ്കിലും ആവാമല്ലോ. അങ്ങനെ വന്നു. പക്ഷെ വി ഹാഡ് എ വണ്ടർഫുൾ എക്സ്ചേഞ്ച് മാരേജ്. അപ്പോൾ കൂട്ടുകാരൻ്റെ സഹോദരിയെ വിവാഹം കഴിക്കാനായിട്ട് എഗ്രി ചെയ്യുന്നു പ്രപ്പോസൽ വന്നപ്പോൾ. കണ്ടിട്ടുമില്ല? അപ്പോൾ അതിനു മുമ്പ് മനസ്സിൽ വേറെ എന്തെങ്കിലും പ്ലാൻ ഉണ്ടായിരുന്നോ? അതിനു മുമ്പ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു എൻജിനീയറിങ് കോളേജിൽ പഠിക്കുമ്പോൾ ഒരു പെൺകുട്ടി ഇങ്ങനെ കടന്നു പോകുന്ന സമയത്ത് ഒരു അട്രാക്ഷൻ, അത്രേ ഉള്ളൂ. അതിപ്പോൾ സാധാരണഗതിയിൽ സൈക്കോളജിക്കലായിട്ട് ഒരു ആൺകുട്ടി ഒരു പെൺകുട്ടിയെ കാണുമ്പോൾ വളരെ ഇഷ്ടപ്പെട്ടു എന്ന് തോന്നും. ആൻഡ് എനിക്ക് കല്യാണം കഴിച്ചാൽ എന്താണെന്നുള്ള ഒരു തോന്നൽ വരും. അതുപോലെ തന്നെ ആ പെൺകുട്ടിക്ക് ഒരു ആൺകുട്ടിയെ കാണുമ്പോഴും ഉണ്ടാവും. അങ്ങനെ അതാണ് ഈ ഫസ്റ്റ് ലവ് എന്ന് പറഞ്ഞ് നടത്തുന്നത്. അതല്ല കാര്യം. ഇത് ഞങ്ങൾ ഉച്ചയ്ക്ക് എൻജിനീയറിങ് കോളേജിൽ മെസ്സില്ല. അപ്പോൾ യൂണിവേഴ്സിറ്റി കോളേജിൽ ആണ് എൻ്റെ ലോഡ്ജ്. എനിക്ക് ഹോസ്റ്റലിൽ അഡ്മിഷൻ കിട്ടിയില്ല. അപ്പോൾ ലോഡ്ജിലാണ് താമസിച്ചത്. ഞാൻ ലോഡ്ജിൽ നിന്ന് ശാപ്പാട് കൊണ്ടുവരും.
ഉച്ചയ്ക്ക് കഴിക്കാൻ വേണ്ടിയിട്ട്. ആ ശാപ്പാട് കൊണ്ടുവരുമ്പോൾ അവിടെ ഇരുന്ന് എൻ്റെ വേറെ 2 ഫ്രണ്ട്സും കൂടിയുണ്ട്, എൻജിനീയേഴ്സ് തന്നെ. അപ്പോൾ ഞങ്ങൾ അതൊക്കെ കഴിഞ്ഞ് പോകുന്ന സമയത്ത് ഇങ്ങനെ കോളേജിൽ നിന്ന് വേറൊരു കോളേജിൽ നിന്ന് ഒരു കുട്ടി ഇങ്ങനെ പോണു. അപ്പോൾ തോന്നി, ഓ ഇത് നല്ല കുട്ടിയാണല്ലോ എന്ന് ഞങ്ങൾക്ക് തോന്നി. അത്രേ ഉള്ളൂ. അത് അവിടെ തീർന്നു? അല്ല, അവിടെ തീർന്നില്ല. അത് കഴിഞ്ഞ് ആ കുട്ടി ഞാൻ ഡൽഹിയിലേക്ക് എത്തിയപ്പോൾ ഡൽഹിയിലെത്തി ഒരു 3 കൊല്ലം ഡൽഹിയിൽ നിന്ന് ഞാൻ നേരെ ആസാമിലേക്ക് പോയി. കുറച്ച് എക്സ്ട്രാ പൈസ കിട്ടുമെന്ന് വിചാരിച്ചിട്ട് അവിടെ ചെന്ന് പിന്നെ അത് നടന്നില്ല. അതിനു മുമ്പ് ഈ കുട്ടി ഷീ ഹാപ്പൻ ടു ബി ഇൻ ഡൽഹി. അതിന് കാണാനും വേണ്ടിയായി. അതും എൻ്റെ ഒരു ഞങ്ങളുടെ ഒരു ഫ്രണ്ട്, അതായത് ഹി വാസ് PR മേനോൻ, സെക്രട്ടറി ജനറൽ, ഫിക്കിയുടെ സെക്രട്ടറി ജനറലായിരുന്ന ആളാണ്. അപ്പോൾ ആ ഫാമിലിയായിട്ട് എനിക്ക് നല്ല പരിചയമുണ്ട്. അപ്പോൾ അവിടെ വന്നിരിക്കുന്നു ഈ ഏതോ ഒരു ഡ്രാമ കഥാപാത്രം. അങ്ങനെ കണ്ടു, പിന്നെ കൂടുതൽ പരിചയപ്പെട്ടു. അവരുടെ ഫാമിലിയായിട്ട് നല്ല പരിചയമുണ്ട്. അങ്ങനെയാണ്. പക്ഷേ വി ഡിഡ് നോട്ട് ഹാവ് എനി ഇൻക്ലിനേഷൻ ഫോർ ഇൻറ്റിമേറ്റ് ഇതായിട്ട് പോകാനായിട്ട്. അങ്ങനെ അത് അവിടെ വിട്ടു, അത്രേ ഉള്ളൂ. അത് ഈ ഫസ്റ്റ് ലവ് എന്നുള്ളത് ഇങ്ങനെ നമ്മുടെ പറയുമല്ലോ, ഒരു പെൺകുട്ടിയെ കണ്ടു ഉടനെ തന്നെ ഓ അവനിഷ്ടമായി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു ഇതെടുക്കും. അങ്ങനെയല്ല ഇത്. ഇത് യാതൊരു ഇൻട്രസ്റ്റും ഇല്ല. പക്ഷേ ഈ ഷീ വുഡ് ഹാവ് കം ഫോർവേഡ്, പ്രോബബ്ലി ഐ വുഡ് ഹാവ് ചേഞ്ച്ഡ് മൈ മൈൻഡ്. ദാറ്റ്സ് ഓൾ. പിന്നീട് ഒരിക്കലും കാണാനിടയായിട്ടില്ല. ഷീ ഗോട്ട് മാരീഡ്. ഷീ മാരീഡ് ആൻഡ് വെന്റ് ടു അമേരിക്ക. ആ മാരേജിന് ഞാൻ അറ്റൻഡ് ചെയ്തിട്ടുണ്ട്. ആ കുട്ടിയുടെ അനിയത്തി ഇവിടെ ഡൽഹി യൂണിവേഴ്സിറ്റിയിൽ ഇംഗ്ലീഷ് പ്രൊഫസറായിട്ട് റിട്ടയർ ചെയ്തതാണ്. ആ കുട്ടിയെ അറിയാം. അന്ന് ബാച്ചിലുണ്ടായിരുന്നവരുമായിട്ടൊക്കെ ഇപ്പോഴും സുഹൃത്തുക്കളാണോ? ഇപ്പോഴും കണക്ഷൻ ഉണ്ടോ അവരുമായിട്ട്? എഞ്ചിനീയറിംഗ് കോളേജിൽ ഉണ്ടായിരുന്നു. അടുത്ത കാലത്ത് 1-2 പേര് മരിച്ചു. ഡൽഹിയിൽ ഒരാളുണ്ടായിരുന്നു, പ്രഹ്ലാദ് എന്ന് പറഞ്ഞിട്ട്. ചിലപ്പോൾ വരും, വന്നു കഴിഞ്ഞിട്ട് കുറച്ച് ചായയൊക്കെ കുടിക്കുന്നു. ഇവിടെ ന്യൂസിലൻഡിലോട്ട് വന്നിട്ട് ഇപ്പോൾ എത്ര വർഷമായി? ന്യൂസിലാൻഡിൽ വന്നിട്ട് പെർമനൻ്റായിട്ട് വന്നിട്ട് അധികമൊന്നും പറയാൻ പറ്റില്ല. കാരണം 1992 ആദ്യം വിസിറ്റ് ചെയ്തത്. അത് കഴിഞ്ഞിട്ട് പിന്നെ 95 PR കിട്ടിയത്. PR കിട്ടിയതിന് ശേഷം ഈ അങ്ങോട്ട് പോവുക ഇങ്ങോട്ട് വരിക, അങ്ങോട്ട് പോവുക ഇങ്ങോട്ട് വരിക എന്നുള്ള ഇതാണ്. എന്താണെന്ന് വെച്ചാൽ പിന്നെ വിസയ്ക്കുള്ള പ്രശ്നമില്ലല്ലോ. അപ്പം നിങ്ങൾ 2 പേരും ഉണ്ട്. വൈഫിൻ്റെ പേര്? വൈഫുണ്ട്. 2017 വൈഫ് മരിച്ചത്. 2017. പേര് കുമുദം. കുമുദവുമായിട്ടായിരുന്നു ഈ യാത്രകൾ അങ്ങോട്ടും ഇങ്ങോട്ടും? എപ്പോഴും ഞങ്ങൾ വിട്ടു പിരിഞ്ഞ് നിന്നിട്ടില്ല. അതുകൊണ്ടാണ് അതിൽ ഞാനൊരു കഥ എഴുതിയിട്ടുണ്ട്. അമ്മൂമ്മ കുയിൽ, ദ നൈറ്റിംഗേൽ. ഷീ സിങ്സ് എ ലോട്ട്. ഷീ ഈസ് എ ഗ്രാജുവേറ്റ് ഇൻ കർണാട്ടിക് മ്യൂസിക് ഫ്രം മദ്രാസ് യൂണിവേഴ്സിറ്റി. വെരി നൈസ്. ഞാൻ കൂടുതൽ സമയം ഇപ്പോൾ സ്പെൻഡ് ചെയ്യുന്നത് പാട്ടും കൂടി കേട്ടിട്ടാണ്. ഞാൻ എന്ത് വർക്ക് ചെയ്യണമെന്നുണ്ടെങ്കിലും MS സുബ്ബലക്ഷ്മിയുടെയോ ML വസന്തകുമാരിയുടെയോ അല്ലെങ്കിൽ മറ്റേ ഇവരുടെയൊക്കെ ആരുടെയെങ്കിലും, അല്ലെങ്കിൽ മധുരമണിയുടെ, ഇങ്ങനെയൊക്കെയുള്ള ക്ലാസിക്കൽ മ്യൂസിക് മാത്രമേ ഞാൻ കൂടുതലായിട്ട് ശ്രദ്ധിക്കുള്ളൂ. അത് വച്ചിട്ടാണ് ഞാൻ ഓരോ വർക്കുകൾ ചെയ്യുമ്പോഴും അടുക്കളയിലത്തെ പണി ചെയ്യുമ്പോഴും കൂടി. ഈവൻ കമ്പ്യൂട്ടറിൽ വരുമല്ലോ ഇഷ്ടം പോലെ, യൂട്യൂബിലുണ്ടല്ലോ. അപ്പോൾ അത് ഓൺ ചെയ്ത് വെച്ചിട്ടാണ് പിന്നെ അടുക്കളയിൽ ചെന്നത്. അങ്കിളിപ്പോൾ 94 വയസ്സ് തികഞ്ഞു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. 94 കഴിഞ്ഞ് 7 മാസവും ആയി. ഇത്രത്തോളം ആക്റ്റീവായിട്ടും ഊർജ്ജസ്വലനായിട്ട് എങ്ങനെയാണ് ഇരിക്കുന്നത്? എങ്ങനെയാണ് അങ്കിളിൻ്റെ ഒരു ദിവസം, എങ്ങനെയാണ് ഫുഡ് കഴിക്കുന്നത്? അതൊക്കെ ഒന്ന് ഞങ്ങളോട് പറഞ്ഞു തരാം. ആ കാര്യത്തിൽ ഈ
ആക്റ്റീവായിരുന്നു കഴിഞ്ഞാൽ യു വിൽ ബി ഹാപ്പി. ഇഫ് യു ആർ നോട്ട് ആക്റ്റീവ് ദ ഹോൾ പ്രോബ്ലം വിൽ അറൈസ്. ഇതിപ്പോൾ ആഹാരം വിഹാരം എന്നാണ് സാധാരണ പറയുക. നമ്മൾ ആവശ്യത്തിനുള്ള ആഹാരം കഴിക്കുക, അതനുസരിച്ച് ആവശ്യത്തിനുള്ള എക്സസൈസ് നടത്തുക. വിഹാരം എന്ന് പറയുന്നത് അതാണ്. എന്ത് എക്സസൈസാ ചെയ്യാറ്? എന്ത് എക്സസൈസ് ചെയ്താലും കുഴപ്പമില്ല. ഞാൻ ചെയ്യാതെ നടക്കും, നടക്കും, എണീറ്റ് നടക്കും. പിന്നെ എല്ലാ ദിവസവും കാലത്ത് ഒരു 5 മിനിറ്റ് നേരം കിടക്കയിൽ കിടന്ന് തന്നെ യോഗ അല്ല, കയ്യും കാലും പൊക്കുക, മടക്കുക ഒക്കെ ചെയ്യും. അതുപോലെ തന്നെ രാത്രി കിടക്കുന്നതിന് 5 മിനിറ്റ്, ചിലപ്പോൾ 7 മിനിറ്റ്. ഞാൻ നടന്നിട്ടില്ല പകലെന്നുണ്ടെങ്കിൽ ഒരു 7-8 മിനിറ്റ് നടക്കും. അല്ല, ഇത് എക്സസൈസ് ചെയ്യും. ഭക്ഷണമൊക്കെ എങ്ങനെയാണ്? ഭക്ഷണം ഞാൻ തന്നെയാണ് ഉണ്ടാക്കുക. കാലത്ത് 7 മണിക്ക് സാധാരണ എണീക്കും. രാത്രി 11 മണിക്കാണ് കിടക്കുക. ചിലപ്പോൾ 12 മണിയാവും. അത് ഡിപ്പെൻഡിങ് അപ്പോൺ ക്രിക്കറ്റ് ആരാണ് കളിക്കണതെന്നനുസരിച്ച്. എനിക്ക് ക്രിക്കറ്റ് വലിയ ഭ്രാന്താണ്. അപ്പോൾ അത് കണ്ടിരിക്കും. അല്ലെങ്കിൽ പാട്ട്, സംഗീതം നല്ല ഇത് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ ഐ വിൽ കണ്ടിന്യൂ അപ് ടു എനി ടൈം. അത് കഴിഞ്ഞ് കാലത്ത് 7 മണിക്ക് എണീറ്റ് കഴിഞ്ഞാൽ ആദ്യം പല്ല് തേച്ച് കഴിഞ്ഞ് പോയി വെള്ളം അടുപ്പത്ത് വയ്ക്കും. അത് കഴിഞ്ഞ് മറ്റേ തുളസി നട്ട് വളർത്തിയിട്ടുണ്ട് ഞാൻ. 3-4 തുളസി അല്ലെങ്കിൽ 5 3 ഇലയെങ്കിലും ഒരു ഇതിൽ ചായയിലിടും. എന്നിട്ട് ചായ ഇട്ടിട്ട് ചായ കുടിക്കും. അപ്പോഴേക്കും പേപ്പർ വരുന്നുണ്ടോ, താഴെ പോയി പേപ്പർ എടുത്തുകൊണ്ട് വരും. അത് കഴിഞ്ഞ് ആ പേപ്പർ വായന, അതോടൊപ്പം ടി വി ഓൺ ചെയ്യും. ടി വി ഓൺ ചെയ്യുമ്പോൾ ഈ 3 ചാനലുണ്ട് ഞാൻ നോക്കണത്. അത് ഡിസ്കഷൻ 7:30 മണിക്ക് തുടങ്ങുന്നത്. മനോരമ, മാതൃഭൂമി, ഏഷ്യാനെറ്റ്. ഇതിൽ ആരൊക്കെയാണ് പാർട്ടിസിപ്പേറ്റ് ചെയ്യണമെന്നുള്ളതനുസരിച്ചിരിക്കും എൻ്റെ ചാനൽ മാറ്റിക്കൊണ്ടിരിക്കും. ഇപ്പോൾ നിഷയാണ് മനോരമയിൽ സംസാരിക്കണമെന്നുണ്ടെങ്കിൽ ഐ കീപ്പ് ഇറ്റ്. എനിക്ക് എന്തുകൊണ്ടോ അവരുടെ ഇൻ്റർവ്യൂ ഇതുണ്ടല്ലോ കുറച്ചും കൂടി നന്നായിട്ട് തോന്നിയിട്ടുണ്ട്. അങ്ങനെയാണ്. സോറി ഫോർ ഇഫ് യു ആർ നോട്ട്. അതുപോലെ അഡ്വക്കേറ്റ് ജയശങ്കർ, പിന്നെ ജോസഫ് സി മാത്യു, പിന്നെ PG സുരേഷാണ് എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ആ നേർക്കുനേർ കണ്ടേ ഇരിക്കും. അങ്ങനെയാണ് ദിവസം തുടങ്ങുന്നത്. അങ്കിൾ കുക്ക് ചെയ്യും എന്ന് പറഞ്ഞു. എങ്ങനെയാണ് കുക്കിംഗ്? കുക്കറുണ്ട് ചോറ് വയ്ക്കാനായിട്ട്. പിന്നെ അത് കഴിഞ്ഞിട്ട് പിന്നെ ഇത് കൂട്ടാൻ എന്തെങ്കിലും എനിക്ക് വേണ്ടിയിട്ടല്ലേ ഞാൻ കൂട്ടാൻ വയ്ക്കുന്നത്. അപ്പോൾ വെജിറ്റബിൾസ് മുഴുവനും കൂടി ഇട്ടിട്ട് ഉപ്പും മുളകും ഇട്ടിട്ട്, പുളി ഞാൻ വളരെ കുറവേ ഉപയോഗിക്കുള്ളൂ. പുളിക്കുള്ള ഒരു പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ യൂറിക് ആസിഡ് കൂടും. ഈ കാലിൻ്റെ ഇത് ഞാൻ കണ്ടിട്ടുണ്ട്. ഞാൻ ഈ പുളി കൂടുതൽ ഉപയോഗിക്കുമ്പോൾ ഈ വെരിക്കോസില്ല, ഈ ഇതുണ്ടല്ലോ കാലിൻ്റെ കണ്ണ, അത് സ്വെല്ല് ചെയ്യും. അപ്പോൾ ഞാനതിങ്ങനെ റെഡ്യൂസ് ചെയ്ത് പ്രോസ് ആൻഡ് കോൺസ് നോക്കിയിട്ട് അത് അങ്ങനെയാണ്. ഇത് ശരിയാവണമെന്നില്ല കേട്ടോ. ഞാനൊരു വൈദ്യനോ അല്ലെങ്കിൽ ഡോക്ടറോ ഒന്നുമല്ല. പക്ഷേ എൻ്റെ അനുഭവത്തിൽ നിന്ന് ഞാനിത് പ്രാക്ടീസ് ചെയ്യുന്ന കാര്യം പറയുന്നു മാത്രം. അതെല്ലാം ഇട്ടിട്ട് പ്രഷർ കുക്കറിലിട്ട് വേവിക്കും. പിന്നെ അത് കഴിഞ്ഞ് ബ്രേക്ക്ഫാസ്റ്റ് ഓട്സ് നല്ലോണം കുക്ക് ചെയ്തിട്ട് ബ്രെഡ് ഞാൻ ഉണ്ടാക്കുകയാണ്. ബ്രെഡ് മേക്കറുണ്ട്. ഐ മേക്ക് ദ ബ്രെഡ്. അത് കഴിഞ്ഞ് ആ ബ്രെഡിൽ നിന്ന് തന്നെ എടുത്തിട്ട് കട്ട് ചെയ്ത് അത് കഴിക്കും. ഉച്ചയ്ക്ക് ഈ ചോറും വെജിറ്റബിൾസും കഴിക്കും. ഉച്ചയ്ക്ക് ചോറ്, വെജിറ്റബിൾസ്, പിന്നെ ഇത്തിരി ചമ്മന്തി അരിക്കും. ചിലപ്പോൾ ചമ്മന്തി അരിക്കും. പിന്നെ അച്ചാറുണ്ട്, അവിടെ തൈരുണ്ട്, പപ്പടമുണ്ട്, ചിപ്സുണ്ട്. ചിപ്സ് ഇഷ്ടമാണ്.
ചിപ്സ് വളരെ ഇഷ്ടം. ഞാൻ ഇടയ്ക്കിടയ്ക്ക് കഴിച്ച് തിന്നുകൊണ്ടിരിക്കും. അദ്ദേഹത്തിന് അത്ര നല്ലതല്ല അദ്ദേഹത്തിനെന്നുണ്ടെങ്കിലും ഇനിയിപ്പോൾ എന്ത് നോക്കാനാന്നുള്ള മട്ടിൽ ആണ് ആ സമയത്ത് അതിനോട്. പിന്നെ വൈകുന്നേരം ഡിന്നറിന് വേറെ എന്തെങ്കിലും കഴിക്കുമോ അതോ? ഡിന്നർ വളരെ ലിമിറ്റഡാണ്. ഒന്നുകിൽ ഒരു ചപ്പാത്തി അല്ലെങ്കിൽ 2 or 3 ഇഡ്ഡലി. പിന്നെ റൈറ്റിംഗ്, റീഡിങ് ആൻഡ് റൈറ്റിംഗ് ആണ് ഏറ്റവും കൂടുതൽ. പക്ഷേ രാത്രിയാവുമ്പോൾ എന്താ പറ്റണമെന്ന് വെച്ച് കഴിഞ്ഞാൽ മരുന്ന് കഴിക്കുന്നുണ്ട്, ഈ പല മരുന്നുകളും. ആ മരുന്ന് കഴിക്കുന്നത് കാരണം കൊണ്ട് ചിലപ്പോൾ ഡോസ് ചെയ്യും. അങ്ങനെ ഡോസ് ചെയ്യാൻ ചെയ്ത് കഴിഞ്ഞാൽ എവിടെയെങ്കിലുമൊക്കെ ഒന്ന് നടന്ന് ഒരു 5 മിനിറ്റ് 10 മിനിറ്റ് നടന്നു കഴിഞ്ഞിട്ട് വന്ന് പിന്നെ ഇരുന്ന് എഴുതുമെന്ന് പറയുമ്പോൾ എന്താണ് എഴുതുന്നത്? ബുക്കുകളോ ഈ അനുഭവങ്ങളോ എന്താണ് എഴുതുന്നത്? അനുഭവങ്ങൾ എഴുതുന്നുണ്ട്. ഞാൻ ഒരു ഡയറി കീപ്പ് ചെയ്യുന്നുണ്ട്. എല്ലാ ദിവസവും ഇതുണ്ട്. ഇപ്പോൾ ഈ അടുത്ത ഒരു 3-4 മാസമായിട്ട് നെഗ്ലിജൻസാണ് വന്നിരിക്കുന്നത്, അത്രേ ഉള്ളൂ. അല്ലാന്നുണ്ടെങ്കിൽ ഒരു 10 എൻ്റെ കയ്യിലൊരു 10-30 ഡയറി കയ്യിലുണ്ട്. അതിവിടെ ഇല്ല, നാട്ടിൽ. അല്ലാതെ ചെറുകഥകൾ എഴുതുക അങ്ങനെ എന്തെങ്കിലും? ചെറുകഥകൾ എത്ര എണ്ണം എഴുതിയിട്ടുണ്ട്? ചെറുകഥകൾ ഞാൻ പറഞ്ഞപ്പോഴാണ് ഒരു പുസ്തകം ഞാൻ പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. ആ പബ്ലിഷ് ചെയ്തിരിക്കുന്നതാണ് സ്വർഗത്തിൽ നിന്ന് എന്നുള്ള ഹെഡിങ്ങോട് കൂടിയിട്ട്. അതുകൂടാതെ ഉണ്ട് സ്മരണകളെ നന്ദി എന്ന് പറഞ്ഞിട്ട് വേറെ ഒരു ചെറുകഥാ സമാഹാരം ഉണ്ട്. അത് ഈ അണ്ടർ പബ്ലിക്കേഷൻ. അതുകൂടാതെയാണ് മൈ ഓട്ടോബയോഗ്രഫി. അത് കുമുദം മരിക്കുന്നത് വരെയാണ് ഇപ്പോൾ അത് എഴുതിയിരിക്കുന്നത്. അത് കഴിഞ്ഞിട്ടുള്ളത് ഞാൻ എഴുതിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അത് ഇതിൻ്റെ കൂടെ ചേർക്കും? ഇല്ല, അതൊരു വോളിയം 2 ആയിട്ട് ഇറക്കും. ഇത് ഇപ്പോൾ പബ്ലിഷ് ചെയ്യാനായിട്ട് എല്ലാം ഏർപ്പാടും ചെയ്തിട്ടുണ്ട്. പിന്നെ വേറെ ഒരു നോവല്, ചെറിയ നോവലായിട്ട് ഒരെണ്ണം എഴുതിയിട്ടുണ്ട്, സൗമ്യ എന്ന് പറഞ്ഞിട്ട്. അത് പ്രിൻ്റ് ചെയ്യാൻ കൊടുത്തിട്ടുണ്ട്. അപ്പം ഇതൊക്കെ ഈ കഴിഞ്ഞ കാലയളവിൽ ചെയ്ത കാര്യങ്ങളാണ് ഇതെല്ലാം? അതെ, ഈ 2017 മുതൽ ഇതിന് ശേഷം, അതായത് വൈഫ് മരിച്ചതിന് ശേഷം. ഇപ്പം കറൻ്റ്ലി ഏതാ എഴുതിക്കൊണ്ടിരിക്കുന്നത്? കറൻ്റ്ലി എഴുതിക്കൊണ്ടിരിക്കുന്നത് വിസിറ്റ് ഓഫ് എ ഡിവൈൻ സ്ട്രേഞ്ചർ, ഡിവൈൻ ഗസ്റ്റ്. ഈ ഡിവൈൻ ഗസ്റ്റ് എൻ്റെ വൈഫാണ്. So I have personified as a divine member and coming and talking to me, and കുറച്ച് ഇതൊക്കെ ചേർത്തിട്ട് എഴുതിയിട്ടുണ്ട് കഥ. അത് വായിക്കാൻ വളരെ കൗതുകം തോന്നുന്നു. അതുകൊണ്ട് ചോദിക്കട്ടെ, നിങ്ങൾ എത്ര വർഷത്തെ ദാമ്പത്യ ജീവിതം ഉണ്ടായിരുന്നു? 57 കൊല്ലത്തെ ദാമ്പത്യ ജീവിതം ഉണ്ടായിരുന്നു. എന്തായിരുന്നു ഈ ദാമ്പത്യ ജീവിതത്തിൻ്റെ വിജയത്തിൻ്റെ രഹസ്യം? ടോളറൻസ്, സ്നേഹം, സത്യം, ടോളറൻസ്. അതായത് ഒരിക്കലും ഞങ്ങൾ വഴക്ക് പറഞ്ഞ് പിരിഞ്ഞ് ദേഷ്യപ്പെട്ടിരുന്നിട്ടില്ല. അരമണിക്കൂറിനകം എല്ലാം. ആരാ ആദ്യം കോംപ്രമൈസ് ചെയ്യുന്ന? അത് ആൾ ഡിപ്പെൻഡിങ് അപ്പോൾ ഇപ്പോൾ ഞാനാണ് തെറ്റുകാരൻ എന്നുണ്ടെങ്കിൽ ഐ കോംപ്രമൈസ്. ഐ അണ്ടർസ്റ്റാൻഡ് ദാറ്റ് വാട്ട് ഐ ഡിഡ് വാസ് റോങ്, ദെൻ ഐ കോംപ്രമൈസ്. അതർവൈസ് ഷീ ഡസ്. അതിൽ യാതൊരു ഇതുമില്ല. ഇപ്പോൾ ഈ കോംപ്രമൈസ് ചെയ്യുന്ന ഈഗോ പ്രശ്നമല്ലാതെ മനസ്സിലാക്കുക എന്നുള്ളതാണ്. നമ്മൾ ചെയ്ത് തെറ്റാണെന്നുണ്ടെങ്കിൽ നമ്മൾ മനസ്സിലാക്കണം, എന്നിട്ട് പിന്നെ അതിന് പ്രതിവിധി കാണണം എന്നാണ് എൻ്റെ അഭിപ്രായം. ഒന്നിച്ച് നിങ്ങൾ ചെയ്യുന്ന കാര്യങ്ങളിൽ രണ്ടുപേർക്കും, ഇപ്പം നമ്മളൊരു ഭാര്യയും ഭർത്താവും ആകുമ്പോൾ പലർക്കും 2 തരം താല്പര്യങ്ങളായിരിക്കും. നിങ്ങൾക്ക് ഒന്നിച്ചുള്ള താല്പര്യങ്ങൾ, ഒന്നിച്ച് എൻജോയ് ചെയ്തിട്ടുള്ള കാര്യം എന്താണ്? ഞങ്ങൾ ഒരുവിധം എല്ലാം ഒന്നിച്ച് തന്നെയാണ് ആസ്വദിക്കുന്നത്. അതായത് പിന്നെ ഈ ടൂറിന് പോകുമ്പോൾ ഒന്നും ഞാൻ കൊണ്ടുപോകാറില്ല ഒരിക്കലും. അതായത് ഗവൺമെൻറ് വണ്ടിയാണ് ഒന്ന്. അത് തന്നെയല്ല മറ്റേ കുട്ടികളുടെ വിദ്യാഭ്യാസം. വി ഗേവ് പ്രയോറിറ്റി ടു ദ എഡ്യൂക്കേഷൻ ഓഫ് ദ ചിൽഡ്രൻ.
ഞാൻ എൻ്റെ സമ്പാദ്യം മുഴുവനും കുട്ടികളുടെ വിദ്യാഭ്യാസത്തിന് വേണ്ടിയിട്ടാണ് ചിലവ് ചെയ്തത്. ആൻഡ് ഐ ആം ഓഫ് ദ ഒപ്പീനിയൻ, if you don't have any other extra source, it is very difficult to cope up with. Make the both ends meet with your own pay. I was forced to do that. I did it, but I am happy now. വളരെ സന്തോഷമാണ് അങ്കിളുടെ മുഖത്തോട്ട് നോക്കുമ്പം തന്നെ. വളരെ സന്തോഷവാനാണ് ജീവിതത്തിൻ്റെ ഈ സായാഹ്നത്തിൽ. വളരെ ആത്മസംതൃപ്തിയും സന്തോഷവും ഒപ്പം തന്നെ ഊർജവും, വളരെ ഒരു പോസിറ്റീവ് ഫീലിംഗ് ആണ് അങ്കിളിനോട് സംസാരിക്കുമ്പോൾ. ഭാസ്കർ അങ്കിൾ ഇത്ര നേരം താങ്കളുടെ ഔദ്യോഗിക ജീവിതത്തെക്കുറിച്ചും അവിടെ ഉണ്ടായ അനുഭവങ്ങളെക്കുറിച്ചും അതിൽ നിന്നെടുത്ത പാഠങ്ങളെക്കുറിച്ചും ഏറ്റവും ഉപരിയായി ജീവിതത്തിലെ ഇന്നത്തെ തലമുറ അനുകരിക്കാവുന്ന ചില തത്വങ്ങളും ജീവിത രീതികളും ഒക്കെ ഞങ്ങളോട് വിശദീകരിച്ച് തന്നതിന് മലയാളം FM-ൻ്റെ പേരിൽ വളരെയധികം നന്ദി, സന്തോഷം. എൻ്റെ കാര്യങ്ങൾ തുറന്ന് സംസാരിക്കാനും അതിനെ സ്വീകരിക്കാനും സന്തോഷത്തോടെ അനുവദിച്ച മലയാളം FM-നും അതോടൊപ്പം സിന്ധു പുന്നൂസിനും മിസ്റ്റർ ജോർജിനും എൻ്റെ പ്രത്യേക നന്ദി രേഖപ്പെടുത്തുന്നു.